Hello, guys. Controversies, issues, fight. ഇന്നിപ്പോൾ രാവിലെ ഇംഗ്ലീഷും കൊണ്ട് ഇറങ്ങിയാണ്. ഒന്നുമല്ല. ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനായിട്ടാണ്. സനുശ്രീ, കുട്ടിയുടെ പേര് എങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുള്ളിക്കാരത്തെ നിങ്ങൾക്കൊക്കെ അറിയാം. ആള് ടെററാണ്, ടെറഫിക്കാണ്, ടെറിബിളാണ്. പുള്ളിക്കാരത്തെ ഒരു കാര്യം പറയുന്നുണ്ട്, നമുക്കതൊന്ന് കേൾക്കാം. എനിക്ക് യാതൊരു അജണ്ടയും ഇല്ല. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളല്ലാതെ നിങ്ങൾ പറയാത്ത ഒരു കാര്യങ്ങൾ പോലും ഞാൻ സോഷ്യൽ മീഡിയ പറഞ്ഞില്ല. ഷഫീന ചേച്ചിയുടെ ചാനൽ പൂട്ടിക്കണം എന്ന് എന്നോട് പറഞ്ഞ നീയാണ്. ഇന്ന് ഷഫീന ചേച്ചിയുടെ ചാനൽ തിരിച്ചു കൊടുക്കാമെന്നുള്ള കണ്ടീഷനിൽ ഒരുപക്ഷെ ഷഫീന ചേച്ചി അവരോട് നീ ചെയ്തതൊക്കെ മറന്നു കാണും, നീയും നിന്റെ കൂട്ടുകാരും. പക്ഷെ ഞാൻ മറക്കില്ല. സിനിയുടെ നമ്പർ ഞാൻ കുറേ നോക്കി, സിനി എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തിടുന്നത്. ഐ ഡോണ്ട് നോ, ഇത് നിനക്ക് കിട്ടുമോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. ഏതായാലും ഞാൻ എൻ്റെ ടൈം ലൈൻ താഴെ ഒന്ന് പേസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഇപ്പം ഈ കുട്ടി പറഞ്ഞ ഒരു കാര്യം, ഷെഫീന ചേച്ചിയുടെ ചാനൽ അവന്മാരടിച്ചു പൂട്ടുന്ന കാര്യം അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ കുട്ടി ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ടൈമിലുണ്ടായിരുന്നു. 2 ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. ഒന്നൊരു പബ്ലിക് ഗ്രൂപ്പ്, ഒന്നൊരു പ്രൈവറ്റ് ഗ്രൂപ്പ്. പെൺകുട്ടികൾക്ക് മാത്രമായിട്ട്. കാരണം ഈ പബ്ലിക് ഗ്രൂപ്പിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്പൈകളുണ്ട്. അവർ പ്രൈവറ്റ് മെസ്സേജ് അയക്കുക, പെൺകുട്ടികളെ പറഞ്ഞ് തിരുത്തുക, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലേക്ക് ആ കുട്ടികളെ കൊണ്ടാക്കുക, അങ്ങനെ കുറേ കളികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പ്രൈവറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ പ്രൈവറ്റ് ഗ്രൂപ്പിലേക്ക് പെൺകുട്ടികളെ മാത്രം ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1-2 കടുവന്മാരും ഉണ്ട്, ഇല്ലയെന്നുമില്ല. അതിൽ എത്രയും വിശ്വാസമുള്ള 2 പേരെ ഞാൻ വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ എപ്പോഴും നമുക്കിത് നോക്കിക്കൊണ്ടിരിക്കാൻ ഒക്കാത്തൊരവസ്ഥയിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എമർജൻസി ഇടപെടലുകൾക്ക് 2 പേരെ വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിലേക്ക് ഈ സനു എന്നാണ് ഇതിൻ്റെ പേരെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഈ കുട്ടി ആഡ് ചെയ്തിരുന്നു. അപ്പോൾ ആരോ എന്നോടത്തൊരു ഇൻഫർമേഷൻ തന്നു, ഇത് ജിനുവിൻ്റെ കൂട്ടുകാരിയാണ്, അവർ ഫ്രണ്ട്സാണ്. അപ്പോൾ ഞാനത് ചോദിച്ചു. കുട്ടി പബ്ലിക്കായിട്ട് തന്നെ പറഞ്ഞു, എസ് ചേച്ചി ഞാൻ ഫ്രണ്ടാണ്, ഇപ്പം ഞാൻ അവരുടെ കൂടെയില്ല. ഞങ്ങൾക്ക് ഇതുപോലെ ഒരു അനുഭവം വേറെയുണ്ട്. ജെൻസി എന്ന് പറയുന്ന ഒരു കുട്ടി, ഈ കുട്ടി ഫിജോയുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നു. അവിടുന്ന് കുറേ ഇൻഫർമേഷൻ എനിക്ക് കൊണ്ട് തന്നിരുന്ന കുട്ടിയെ ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ ചേർത്തു. പക്ഷേ എനിക്ക് ഭയങ്കര സംശയം തോന്നിയിട്ട് ഞാൻ പിന്നെ ആ ഗ്രൂപ്പിൽ നിന്ന് എടുത്ത് മാറ്റി. എൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്പൈ ആയി വർക്ക് ചെയ്ത ഒരാളെ പിന്നെ നമ്മൾ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെയും സ്പൈ വർക്ക് ചെയ്യും. അതൊരു ഹാബിറ്റായിരിക്കും. അല്ലെങ്കിൽ നമ്മളോട് ഇൻഡെപ്തിൽ അത്രയും സ്നേഹമുള്ളവരായിരിക്കണം അപ്പുറത്ത് പോയി കാര്യങ്ങൾ കൊണ്ട് തരുന്ന ആ രീതിയിൽ. വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ഞാൻ വിശ്വസിച്ചത് കൊണ്ട് എനിക്ക് പണി തന്ന കുറേ പേരുണ്ട്. സിജി ജോസഫ് എന്ന് പറഞ്ഞൊരു കുട്ടി, അത് നമ്മുടെ കൂടെ നമ്മുടെ പ്രൈവറ്റ് ഗ്രൂപ്പിൽ ക്ലോസ് ഗ്രൂപ്പുണ്ട്, അതിനകത്ത് പോലും വന്നിട്ട് അതിനകത്ത് സംഭവിച്ച കാര്യങ്ങൾ കൊണ്ട് കൊടുത്ത മെഡിക്കുകയാണ്. അപ്പോൾ എന്താണ് അതിനകത്തുള്ള കാര്യങ്ങൾ കൊണ്ട് കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, അപ്പുറത്ത് നിൽക്കുന്ന കൂട്ടങ്ങൾ അത്രത്തോളം വൃത്തികെട്ട കൂട്ടങ്ങളാണ്. അവരുമായിട്ട് ചെറിയ രീതിയിൽ പോലും റിലേഷൻഷിപ്പ് വയ്ക്കുന്നവർ നമ്മുടെ കൂടെ ചേർക്കാനൊക്കത്തില്ല. കാര്യവും പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ വീടൊരു ഷെൽട്ടറാണ്. മിക്കവാറും ഒരുപാട് പേരെ ഞാൻ വന്ന് നിൽക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ വെൽക്കം ചെയ്യും. ഞാനും കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ. അതിൽ റസീന എന്ന് പറയുന്ന കുട്ടി, ആ പെണ്ണ് 2 കൊച്ചുകളെയും കൊണ്ട് ഇവിടെ വന്നിരുന്നു. ഇളയ കുട്ടിക്ക് 12, മൂത്ത കുട്ടിക്ക് 12 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. അപ്പം അത്യാവശ്യം പ്രായം തികഞ്ഞ ഒരു കുഞ്ഞിനെ പോലെ ബിഹേവ് ചെയ്യുന്ന കുട്ടി തന്നെയാണ്. അപ്പോൾ ആ മകൾ വന്നപ്പോൾ തന്നെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മകനെ അവൻ്റെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. 2 days എന്നാണ് പറഞ്ഞിട്ട് അവൾ 9 ദിവസം വന്നു. അപ്പോൾ ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ മാത്രമേ എൻ്റെ മകൻ വീട്ടിൽ വന്നിട്ടുള്ളൂ. എന്നാൽ പോലും ആ മകൻ്റെ പേർക്ക് ഒരു പോക്സോ കേസ് കൊടുക്കാൻ ഇവരൊക്കെ പ്ലാൻ ചെയ്യുകയും റസീനെ അതിനെ നിർബന്ധിക്കുകയും ചെയ്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. റസീൻ അത് സമ്മതിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴാണ് റീസെൻ്റ്ലിയാണ് എനിക്ക് ന്യൂസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ എൻ്റെ അടുത്ത് വിനു കുറേ സൂചിപ്പിച്ചിരുന്നു, താൻ എന്തൊക്കെ കാണിക്കുന്നത്, തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇത് പ്രശ്നം വരുമെന്ന്. ഫിജോയുമായിട്ട് ഞാൻ തെറ്റാനുള്ള ആദ്യത്തെ കാരണവും തന്നെ ഇതുപോലൊരു പോക്സോ ഇഷ്യൂ ആണ്. ഇളയ മകനെ അങ്ങനെ ഒരു കേസിൽ അവൾ ഉൾപ്പെടുത്തും എന്ന ഭയം ഇവളുടെ കൂടെ നടക്കുന്ന വക്കീലിൻ്റെ വൈഫ് പറഞ്ഞിരുന്നു. വക്കീലിൻ്റെ വൈഫല്ല, സ്റ്റെപ്പിനി, അന്നക്കുട്ടി എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോറിയുടെ ഭയങ്കര ഡെപ്തിലൊന്നും പോയാൽ നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ ഇതെൻ്റെ സെക്കൻഡ് എക്സ്പീരിയൻസ് ആണ് കുഞ്ഞുങ്ങളുടെ പേർക്ക് പോക്സോ വരുത്തും എന്നുള്ള ഭയപ്പെടുത്തൽ. അപ്പോൾ ഈ പോക്സോ വരുത്താൻ നടക്കുന്ന ഫിജോ ജോസഫ് എന്ന കാളി ഇങ്ങനെ നമ്മുടെ പുറകെ നടക്കുകയാണ്. നിങ്ങൾക്ക് എന്നെ ഉടനെ തന്നെ ജയിലിൽ കാണാൻ പറ്റും, ഞാൻ അവളെ കൊല്ലും. അത് ഞാൻ പബ്ലിക്കായിട്ട് പറയുകയാണ്. കാരണം എൻ്റെ കുഞ്ഞുങ്ങൾ അത്രത്തോളം ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. റീസൺ ഒന്നേ ഉള്ളൂ, എനിക്കൊരു ഏക്കർ പറമ്പുണ്ടായിപ്പോയി. ആ പറമ്പ് വിൽക്കാൻ ഞാൻ അവളെ ഏൽപ്പിച്ചു. അത് പ്ലെഡ്ജ് ചെയ്ത് കുറച്ച് പൈസ അടിച്ച് മാറ്റാൻ തക്കാളി നോക്കി, നടന്നില്ല. അതുകൊണ്ട് എന്നെ പിന്തുടർന്ന് ആക്രമിക്കണം. 1-2 ദിവസമല്ല, കാലങ്ങളായി ഈ ശല്യം ഞാൻ സഹിക്കുകയാണ്. വല്ലാത്ത ഒരു
ടോർച്ചറാണ് ആ സ്ത്രീ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. എനിവേ, ഇപ്പോൾ സിനു പറയുന്നതൊക്കെ ഈ ചാനൽ പോകുമ്പോൾ ഞാൻ സൈലൻ്റ് ആയിരുന്നു എന്നുള്ള വസ്തുതയാണ്. ചാനൽ പോകില്ല ഞാൻ തിരിച്ച് പറഞ്ഞിരുന്നെങ്കിൽ. അപ്പം തിരിച്ചെനിക്ക് കൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥ വന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തനൂജയാണ് എനിക്ക് ആദ്യം ചാനൽ സ്ട്രൈക്ക് തരുന്നത്. രണ്ടാമത്തെ സ്ട്രൈക്ക് എനിക്ക് തരുന്നത് പൃഥ്വിരാജിൻ്റെ ഫോട്ടോ വെച്ചതിനും പിന്നെ ദിലീപിൻ്റെ ഫോട്ടോ വെച്ചതിനുമാണ്. പിന്നെ ഞങ്ങൾ കുറേ മെനക്കെട്ടിരുന്നിട്ട് ഫോട്ടോസൊക്കെ മാറ്റി. പക്ഷെ എന്നാലും 1200ഓളം വീഡിയോസ് ഉണ്ട്. എത്ര നിന്ന് മുന്നേ ഫോട്ടോ മാറ്റും, എത്ര കഷ്ടപ്പെടും. എനിക്കാണെങ്കിൽ PC ഞാൻ ഉപയോഗിക്കുന്ന മൊബൈലിലാണ്. മെൻ്റൽ സ്ട്രെസ്സായി. അപ്പം ഞാനതങ്ങ് അവോയ്ഡ് ചെയ്തു. ചാനൽ പോട്ടെ എന്ന് ഞാൻ തന്നെ മനസ്സുകൊണ്ടങ്ങ് തീരുമാനിച്ചു. പിന്നെ നോക്കുമ്പോൾ ജാമിത തന്നിട്ടുണ്ട്. ഒരു കാരണവശാലും ജാമിതയുടെ ഫോട്ടോയൊന്നും ഞാൻ മാറ്റത്തില്ല. കാരണം ഞാൻ പറഞ്ഞതെല്ലാം സോഷ്യൽ റെലവൻ്റായ ടോപ്പിക്സാണ്, വളരെ ഇമ്പോർട്ടൻ്റ് മെസ്സേജസാണ്, ചരിത്രമാണ്. അതൊക്കെ ഒരുപാട് നേരം ഞാൻ ഇരുന്ന് പഠിച്ച് മെനക്കെട്ട് ഞാൻ ചെയ്ത സാധനങ്ങളാണ്. അപ്പോൾ എനിക്കത് നഷ്ടപ്പെടുന്നത് സഹിക്കാൻ പറ്റുന്ന കാര്യം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു വിഷമത എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് എനിക്ക് പരിചയമുള്ളവരും അല്ലെ എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ പറഞ്ഞത്, താനല്ലേ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്, വേറെ ആരും പറയിപ്പിച്ചില്ല, അപ്പോൾ തനിക്കിത് വീണ്ടും റിപ്പീറ്റഡ്ലി ചെയ്യാൻ സാധിക്കും, സോ ലീവ് ഇറ്റ് എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ഒരു സജഷൻ. ഞാൻ പറഞ്ഞല്ലോ, യുക്തിവാദിയായ ഒരാൾ, യുക്തിവാദി എന്ന് അഭിനയിച്ച ഒരുത്തൻ ഗൾഫിൽ ജയിലിൽ കിടക്കുന്ന കണ്ടപ്പോൾ അവനെ ഒന്ന് സെക്യൂർ ചെയ്യണമെന്ന് തോന്നിയിട്ട് ഞാനെടുത്ത ചില തീരുമാനങ്ങളുടെ ആഫ്റ്റർ എഫക്റ്റ് എനിക്ക് മതത്തിനെ ഭയങ്കരമായിട്ട് അവഹേളിക്കേണ്ടി വന്നിരുന്നു. ഭയങ്കരമായിട്ട് അവഹേളിക്കുമായിരുന്നു ഞാൻ. കാരണം അത്രത്തോളം ദേഷ്യം വന്നു. മനുഷ്യനേക്കാൾ വാല്യൂ മതത്തിന് കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള കാര്യമായിരുന്നു. അങ്ങനെ കുറേ വീഡിയോസും അതിനകത്തുണ്ട്. അപ്പോൾ ഈ ഓൾ ടോട്ടൽ പോട്ടെ എന്നുള്ളൊരു ടൈമിലേക്ക് ഞാനും സൈലൻ്റ് ആയിട്ടിരുന്നു. ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങോട്ടാണ് ആരൊക്കെ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഒരു പേയ്മെൻ്റ് ഉണ്ട്, 45,000 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ എനിക്ക് തിരിച്ച് കിട്ടും. അപ്പോൾ ആ പൈസ ഞാൻ ഗ്രൂപ്പിൽ തന്നെ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് ചോദിക്കുകയാണ് ചെയ്തത്. എൻ്റെ വാട്സപ്പ് കൂട്ടായ്മയിലെ പിള്ളേരുടെ അടുത്ത് ചോദിച്ചാൽ, വീട്ടിൽ ചോദിച്ചാൽ തരും, പക്ഷേ ഞാൻ വീട്ടിൽ ചോദിക്കുന്നില്ല. ആൻഡ് ഐ വിൽ റിട്ടേൺ ഇറ്റ് ബാക്ക്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ വിവി എനിക്ക് ഈ ചാനൽ തിരിച്ചു തരുമെന്ന് പറഞ്ഞിട്ടില്ല. ഇനി അവനത് അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞാലും ഞാൻ അവൻ്റെ ഒരു രീതിയിലും പോയി നിൽക്കത്തില്ല. ആരൊക്കെയോ തെറ്റിദ്ധാരണകൾ പരത്തുന്നുണ്ട്, പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ഈ കുട്ടി കാര്യമറിയാതെ പറയുന്നുണ്ട്. ഞാൻ മുമ്പ് ഇതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുമ്പോഴും അതിനകത്ത് എനിക്ക് തോന്നിയിരുന്നു ഇത് എന്നെ എന്തോ താങ്ങുന്നതാണൊക്കെ എനിക്ക് ഫീൽ ചെയ്തെന്ന്. സിനി എന്നെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് എന്നെ ഇതിനകത്ത് വലിച്ചിടരുത്. ഒന്നാമത്തെ കാര്യം, എനിക്കറിയാം എൻ്റെ ചാനൽ പോയതാണെന്നും എനിക്കറിയാം ഇവരെന്നെ ആക്രമിച്ചതെന്നും. ഇവർ കൂട്ടത്തോടെ 15ഓളം യൂട്യൂബേഴ്സ് ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് എന്നെ അതിഭീകരമായി ആക്രമിച്ചു എന്നും എനിക്കറിയാം. ഞാനത് ഓവർകം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ തന്നെ തൻ്റെ ഇടം കൊണ്ടാണ്. മാത്രം അതിൽ ഓവർകം ചെയ്യാന്ന് പറഞ്ഞാൽ ഇവന്മാർ 10 പറഞ്ഞാൽ ഞാൻ 10 തിരിച്ച് പറയുന്നത് പോലെയല്ല. ഞാൻ ഓരോരുത്തർക്കെതിരെയും പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞു, മെജോറിറ്റി ഞാൻ കൊടുത്തിരിക്കുന്ന വനിതാ കമ്മീഷനിലേക്കാണ്. വനിതാ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, പോലീസ് സ്റ്റേഷൻ, സൈബർ സെൽ. അപ്പോൾ ഈ യാത്രകളൊക്കെ തന്നെ എന്നെ ഒരുപാട് സ്ട്രെസ്സിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ആൻഡ് എൻ്റെ നോർമൽ ലൈഫ് തന്നെ എനിക്ക് നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് വന്നപ്പോൾ ഐ സ്റ്റോപ്പ് ഇട്ട് എവരിത്തിങ്. എനിക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നത് എൻ്റെ ഗ്രൂപ്പിലെ കുട്ടികളാണ്. ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സൗഹൃദ വലയം എന്ന് പറയുമ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിരിക്കും ആൻഡ് ദ സെയിം തിങ് ജോലി ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഓഫ്കോഴ്സ് അവരെന്നെ സപ്പോർട്ട് ചെയ്യും, ഇല്ലയെന്ന് ഞാൻ പറയത്തില്ല. എനിക്ക് നല്ലപോലെ എൻ്റെ റവന്യൂവിനൊന്നും ഒരു കേടും വരാത്ത വണ്ണം എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ നിലനിർത്തിയത് അവർ തന്നെയാണ്. അവർ പറയുന്നതിന് ഞാൻ മൂല്യം കൊടുക്കും എന്നതിനപ്പുറം വിവിയോ അല്ലെങ്കിൽ അതുപോലത്തുള്ള ആരെങ്കിലും എന്നെ വിളിച്ച് കാര്യം പറഞ്ഞാൽ മാപ്പ് പറഞ്ഞോന്ന് പറഞ്ഞാൽ മാപ്പ് കൊടുക്കത്തില്ല. എനിക്കവരോട് ദേഷ്യമില്ല, അതിപ്പോൾ ആരോടും ഇല്ല. ചില വ്യക്തിത്വങ്ങളെ ഞാൻ വിടത്തില്ല, അത്രയേ ഉള്ളൂ. ചില വ്യക്തിത്വങ്ങളെ ഞാൻ വിടത്തില്ല. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് അവരെന്നോട് ചെയ്തതിനല്ല, അവർ സൊസൈറ്റിക്ക് ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റായ കാര്യങ്ങളാണ്. അതിലൊന്ന് ഹൈസ് എന്ന് പറയുന്ന വ്യക്തി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് പല പ്രാവശ്യമായി പല ആവർത്തിയായി പലരെയും അവൻ ആക്രമിക്കുന്നു. മൂക്ക് കയറിടേണ്ട ആവശ്യകത ഉള്ളത് കണ്ടതുകൊണ്ട് മാത്രം ഞാൻ അവനെതിരെ പെറ്റീഷൻ കോടതി മുഖാന്തരം നടത്തുകയാണ്. 10,000 രൂപ എനിക്ക് ചിലവായിട്ടുമുണ്ട്. ആൻഡ് ഐ തിങ്ക് അത് പേപ്പർ വർക്കിലേക്ക് ആയി വരുന്നതേ ഉള്ളൂ. ഇനി അത് നടന്നിട്ടില്ല വെച്ചാലും എൻ്റെ ഭാഗം ഞാൻ ക്ലിയർ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഫൈറ്റ് ബാക്ക് ചെയ്യാതെ, അതായത് അവനോട് തിരിച്ച് സംസാരിക്കാൻ നിൽക്കാതെ പെറ്റീഷൻസ് ഫയൽ ചെയ്യുക, നിരന്തരമായി കൊടുക്കുക, കാപ്പ ചുമത്തി കൊടുക്കുക. അതാണ് വേണ്ടത്. ക്രിമിനലാണ് അവൻ. ഇരുന്ന് നിരങ്ങി നാട്ടുകാരെ അപരാധിക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പോൾ തിരിച്ചതിന് അങ്ങനെയാണ് മറുപടി കൊടുക്കുക. അല്ലാതെ നമ്മൾ തിരിച്ചിരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ
ജെട്ടി ജിന്നു ചെയ്തത് എന്താണെന്ന്, ജെട്ടി ജിന്നുവിന് ഇത്രയധികം വകുപ്പ് ചുമത്തി എനിക്കൊരു കേസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നില്ല കോടതി മുഖാന്തരം അല്ലാതെ അങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്യാൻ സാധിക്കുമോ ഇല്ലെന്ന്. അങ്ങനെ അല്ലാതെ ഞാനൊരു കേസ് ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്ത് എന്തെങ്കിലും ഒരു സോഫ്റ്റ് കോർണറോ അത് ക്ലോസ് ചെയ്യുകയോ അല്ലെങ്കിൽ FIR ഇട്ടൊരു കേസ് ഫൈൻ അടച്ചവൻ ക്ലോസ് ചെയ്തിട്ട് ഇരുന്ന് കുരയ്ക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അത് ക്ലോസ് ചെയ്ത ഉദ്യോഗസ്ഥരുൾപ്പെടെ തൂങ്ങും. കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഞാൻ കുറച്ച് തിരക്കുകളിലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇതുമായിട്ട് ഇറങ്ങുക തന്നെ ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യും. മകൻ്റെ പഠിത്തം, എൻ്റെ വീട്ടിലെ കുറേയധികം കാര്യങ്ങൾക്കുള്ള മുടക്കം, ഇതൊക്കെ തന്നെ എന്നെ കുറച്ച് പിന്നോട്ട് വലിച്ചിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ്. പിന്നെ വിവിയുടെ കേസ്, ഈ കുട്ടി പറയുന്നത് വെച്ച് തോന്നപ്പോൾ എനിക്കൊന്ന് ഞാൻ വിവിയോട് സൈലൻ്റ് ആയിരിക്കുന്നത് കൊണ്ടായിരിക്കാം കൊച്ചു വിചാരിക്കുന്നത് അവൻ എനിക്ക് ചാനൽ തിരിച്ചിരുന്നു പറഞ്ഞിട്ട് ഞാൻ സൈലൻ്റ് ആയിരിക്കണം. ഒന്നുകിൽ എന്നെപ്പറ്റി നന്നായി മനസ്സിലാക്കുക, അല്ലെങ്കിൽ എന്നെപ്പറ്റി പറയാതിരിക്കുക. എന്നെപ്പറ്റി മനസ്സിലാകാത്ത ഒരാൾ എന്നെപ്പറ്റി പറയണം എനിക്ക് തീർത്തും താല്പര്യമില്ലാത്ത കേസാണ്. ഒരു സോറി പറഞ്ഞാൽ ഈ പ്രശ്നം സോൾവ് ആയി എൻ്റെ ചാനൽ പോകില്ലായിരുന്നു. മാസം 1 രൂപയ്ക്ക് അടുത്ത് വരുമാനമുള്ള ഒരു ചാനലാണത്. 1 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരുമാനമുള്ള ഒരു ചാനൽ അടിച്ചു പോകുമ്പോൾ ധൈര്യസമേതം നിന്ന്, അതായത് അതായിരുന്നു ഏക വരുമാന മാർഗ്ഗം. ആകെ ഇതിനകത്ത് വാടക പണം കിട്ടിയിട്ടൊന്നും ഒന്നും ആകത്തില്ല, പക്ഷെ അത് വലിയൊരു വരുമാനം. ആ വരുമാനം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ പല EMIകളും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് അങ്ങോട്ട് ഇല്ലാണ്ടാകുന്ന ഒരു നിമിഷം, അപ്പോൾ പോലും അഭിമാനം വിട്ടുകൊടുത്തവളല്ല ഞാൻ. എനിക്ക് ചാനലല്ല വലുത്, എൻ്റെ അഭിമാനമാണെന്ന് പറഞ്ഞത് ഉറച്ചു നിന്നവളാണ് ഞാൻ. ഇപ്പോഴുള്ള ഈ ചാനൽ കയറ്റിക്കൊണ്ടുവരാൻ ഞാൻ എത്ര കാലം എടുത്തു? 6 മാസത്തോളം ഞാൻ കഷ്ടപ്പെട്ടിട്ടല്ലേ അതിലേക്ക് എത്തിയത്. അപ്പോൾ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഞാനാണ് ബ്രാൻഡെന്ന്. പിന്നെ ഈ ഒരു പണം ഇതിപ്പം നഷ്ടപ്പെട്ടാലും എൻ്റെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ, അതിനകത്തൊന്നുമില്ല. പക്ഷെ ചിലയിടങ്ങളിൽ നമ്മൾ നിസ്സഹായരാണ്. വിവിയുടെ കാര്യത്തിലെന്നല്ല, ചില വിശേഷങ്ങൾ കേൾക്കുമ്പോൾ വലിയൊരു കൂട്ടായ്മയ്ക്കെതിരെയാണ് ഞാൻ തനിച്ചാ പോരാടുന്നത്. അപ്പോൾ എനിക്ക് എൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അവർ ടാർഗറ്റ് ചെയ്യുക എന്നെയല്ലല്ലോ, എൻ്റെ കുഞ്ഞുങ്ങളെ ആവത്തില്ലേ. അതെനിക്ക് തീർത്തും അവിടെ ഞാൻ ഒരു പരാജിതയായ അമ്മയാണ്. എനിക്ക് മക്കളുടെ വിഷയം വരുമ്പോൾ ഞാൻ വല്ലാണ്ട് തകർന്നു പോകും, എനിക്ക് അതിൽ വിഷമങ്ങളുണ്ടാകും. അപ്പോൾ ആ സമയങ്ങളിൽ ഞാൻ കുറച്ച് സൈലൻ്റായിരിക്കും എന്നതിനപ്പുറം വേറെ ഒന്നുമില്ല. വിവി പറഞ്ഞ കുറേയധികം ന്യൂസുകൾ ഷോക്കിങ്ങോടുകൂടിയാണ് ഞാൻ കേട്ടത്. ആ ഒരു ഷോക്ക് എനിക്കുണ്ട്, അതില്ലാന്ന് ഞാൻ പറഞ്ഞാൽ കളവായി പോകും. മകൻ്റെ വിഷയം എനിക്ക് മനസ്സിലാകുന്നില്ല. ആ കുഞ്ഞിനെ പൊതിഞ്ഞ് പ്രാണനെ പോലെ വളർത്തിക്കൊണ്ട്, എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ, തർക്കമൊന്നുമില്ല. പക്ഷെ ഞാൻ സിംഗിൾ പേരൻ്റാണ്. തനിച്ച് ആ കുഞ്ഞിനെ ഞാൻ ഇവിടം വരെ കൊണ്ടെത്തിച്ചത് ചെന്നായ്ക്കൾക്ക് കടിക്കാൻ ഇട്ട് കൊടുക്കാനല്ല. എനിക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, എൻ്റെ കുഞ്ഞുങ്ങൾക്കും അതുണ്ട്. പക്ഷെ അവരുടെ ജീവിതവും കരിയറും ഒക്കെ ത്രാസിൽ വെച്ചുകൊണ്ടൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനും ആ വിഷയത്തിൽ കുറച്ച് സെൽഫിഷാണെന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ വീടൊരു ഷെൽട്ടറായിരുന്നു ഒരുപാട് പേർക്ക്. അത് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഈ ഒരു ഗെയിം കൊണ്ട് ഇവരൊക്കെ നേടിയത്. അത്രയേ ഉള്ളൂ. പക്ഷേ നിർബാധം എൻ്റെ സപ്പോർട്ടുകൾ ഉണ്ടാകുമെന്നതിനപ്പുറം എൻ്റെ വീട്ടിലേക്ക് ഞാൻ ഒരാളെ പോലും കയറ്റില്ല. അത് ഞാൻ ഉറച്ചു വെച്ചിരിക്കുന്ന തീരുമാനമാണ്. അന്ന് നിങ്ങൾ ഈ വിഷയമൊക്കെ കഴിഞ്ഞപ്പോൾ കോഴിക്കോട് നിന്നൊരു ഫാമിലി വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അവർ നിർബന്ധപൂർവ്വം വന്ന് എനിക്ക് ഒരു ഹോട്ടലിലേക്ക് വിടാനുള്ള എല്ലാ മനസ്സും ഉണ്ടായിട്ടും നിർബന്ധിച്ച് അവരെൻ്റെ ഒപ്പം നിന്നതാണ്. കാരണം എൻ്റെ ആ തീരുമാനം എത്രത്തോളം പേർക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് അവർ ഇല്ല, ഞങ്ങൾ നിൽക്കും, ഞങ്ങൾ നിങ്ങൾക്കെതിരെ നിൽക്കില്ല, നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് പൊടി മോൾ ഉൾപ്പെടെ വന്നത്. പക്ഷെ സത്യം പറയല്ല, അവർ നിന്ന് ആ 4 ദിവസം എനിക്ക് ശരീരം വിയർച്ചിട്ട് പാടില്ലായിരുന്നു. കാരണം എൻ്റെ മക്കളുടെ പേർക്ക് അവർ പോക്സോ ഉണ്ടാക്കി എടുത്തു കളയും, കൊച്ചുമക്കളെ വെച്ചിട്ട്. അതിലുണ്ടാകുന്ന നാണക്കേടൊന്നും അവർക്ക് വിഷയമല്ലായിരിക്കാം, പക്ഷെ എനിക്കത് വിഷമമാണ്. എൻ്റെ കുഞ്ഞിനെ അങ്ങനെ ബലിയാടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ മാറി നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് ഈ ഒരു വിഷയങ്ങളിൽ നിന്നൊക്കെ. കള്ളക്കേസ് കൊടുക്കുമെന്നുള്ളത് എനിക്ക് ഉറച്ച വിശ്വാസമാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ആ വടയക്ഷി അങ്ങനെ നടക്കുകയാണ് നമ്മുടെ പുറകെ ആയിട്ട്. പിന്നെ എന്തുകൊണ്ട് വിവിയെ ആക്രമിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, അടിപെട്ട മൃഗം, അത്രേ എനിക്ക് അവനെ പറ്റി പറയാനുള്ളൂ. ഇപ്പോൾ എല്ലാവരും ചേർന്ന് കൂട്ടത്തോടെ അവനെ ആക്രമിക്കുന്നുണ്ട്. കൂട്ടത്തോടെ ആക്രമിച്ചാൽ എങ്ങനെ ഉണ്ടാകുമെന്നും, അങ്ങനെ ആക്രമിക്കപ്പെട്ട ഒരാളുടെ ചാനൽ നശിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാകുമെന്നും അവനെ ദൈവമല്ലേ മറുപടി കൊടുക്കുന്നത്. ദൈവത്തിൻ്റെ മുകളിലേക്ക് കയറി ഞാൻ സംസാരിക്കണോ? എനിക്കതിനകത്തൊന്നും പറയാനില്ല. എനിക്കതിനകത്ത് ഒന്നും പറയാനില്ല. എനിക്കെതിരെ നിന്നവർക്കൊക്കെ കൃത്യമായ രീതിയിൽ ദൈവം പണിഷ്മെൻറ്റ് കൊടുക്കുമ്പോൾ എന്നെക്കാൾ ഉപരി എൻ്റെ ദൈവം എന്നെ മനസ്സിലാക്കിക്കൊണ്ട് അത് ചെയ്യുന്നുണ്ടെങ്കിൽ നിസ്സാരമല്ലല്ലോ. അപ്പോൾ അത് തീർച്ചയായിട്ടും എന്നിൽ നിന്ന് അകന്നുപോയ എൻ്റെ ആ വിശ്വാസം എന്നിലേക്ക് തിരിച്ചെത്താൻ
ഇത്തരം കാര്യങ്ങൾ ഉണ്ടായെങ്കിൽ അത് ചെറിയ കാര്യമില്ലല്ലോ. സോ ഐ ട്രൂ ബിലീവ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്, ഒന്നും പറയാനില്ല. ഇപ്പോൾ ഈ കുട്ടിയോട് എനിക്ക് വീണ്ടും ഈ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തത്. അത് മാത്രമല്ല 1-2 കമൻറ്റ്സ് ഉണ്ടായിരുന്നു. ഒരു കമൻറ്റ് വായിക്കാം. കമൻറ്റ് കൂടെ കേട്ടിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ആക്ച്വലി നിങ്ങൾക്ക് നല്ല തുക തന്നിട്ടുണ്ടല്ലേ. മൈ ക്രിയേറ്റിവിറ്റി അടിവര വേൾഡ്, അതാണ് അവൻ്റെ പേര്. സ്വന്തം പേര് പോലും ഇല്ല. ഇതിലും നല്ലത് തെണ്ടി തിന്നുന്നതാ പെണ്ണും പിള്ളേ. അതിന് ഇതിലും അന്തസ്സുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് കമൻറ്റ്. കാരണം നിൻ്റെ വീട്ടിലെ നിൻ്റെ അമ്മയും നിൻ്റെ കുടുംബത്തിലെ പെണ്ണുങ്ങളും ഒക്കെ പണം തന്ന പാവാട പൊക്കുന്ന ടീമുകളായിരിക്കും. അങ്ങനെയുള്ള പെണ്ണുങ്ങളെ കണ്ടു വളർന്നവർക്ക് ഈസി ആയിരിക്കും മറ്റു പെൺകുട്ടികളെ അങ്ങനെ അനലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ മറ്റു പെണ്ണുങ്ങൾ അങ്ങനെയാണ് എന്ന് ചിന്തിക്കാൻ അവർക്ക് ഭയങ്കര ഈസിനെസ് ആയിരിക്കും. സോ നീ അങ്ങനെ ചിന്തിക്കുന്നത് നിൻ്റെ വീട്ടിലെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. നീ എനിക്ക് കുറച്ച് പൈസ കൊണ്ട് തരികയാണെങ്കിൽ നിനക്ക് മനസ്സിലാവും ഞാൻ എന്താണെന്ന്. പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് നിൻ്റെ അമ്മയാണ്, എന്നെയല്ല. അത് മാത്രം ഇതിനകത്തൊരു മറുപടിയായിട്ട് തരുന്നത്. വേറൊരു കമൻറ്റ് വായിക്കാം. യു ഗോട്ട് ഓഫർ ഫ്രം സൈബർ ക്രിമിനൽ വിവി. He is going to retrieve your channel. That is why you trying to white washing വിവി. ഈ ഒരു കാര്യം പറയാനുണ്ടായ കാരണം സിനിയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റാണ്. അത് നിങ്ങൾ തിരുത്തുക. നിനക്കത് അറിയത്തില്ലല്ലോ. എനിക്ക് വിവി ചാനൽ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു കോംപ്രമൈസ് ആരോട് ചെയ്യാനും താല്പര്യമില്ല, ഞാനൊട്ട് ചെയ്യുകയുമില്ല. എൻ്റെ ചാനൽ തിരിച്ച് കിട്ടണമെങ്കിൽ 45,000 രൂപ ഞാൻ കൊടുക്കണം. അതൊരു ടെക്നീഷ്യനാണ് കൊടുക്കുന്നത്, വിവിക്കല്ല. വിവിക്ക് കൊടുക്കുകയാണെങ്കിൽ വിവി ഫ്രീ ആയിട്ട് ചെയ്തു തരും. എനിക്ക് ആ ഫ്രീ വേണ്ട. ഐ വിൽ പേ സം വൺ ആൻഡ് ഐ വിൽ ഗെറ്റ് ബാക്ക് മൈ ചാനൽ. അത്രയേ ഉള്ളൂ. ആ പേയ്മെൻറ്റിൻ്റെ ഓട്ടത്തിലാണ് ഞാൻ. ആ പേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഞാൻ തിരിച്ചെടുക്കും. അത് എനിക്ക് തരുന്നതും എന്നെ സഹായിക്കുന്ന എൻ്റെ ഗ്രൂപ്പിലെ കുട്ടികളാണ്. അവർക്ക് ശമ്പളം കിട്ടുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യും. അണ്ടിൽ അവർ ശമ്പളം കിട്ടുമ്പോൾ ദേ വിൽ പേ മീ ആൻഡ് എനിക്ക് എൻ്റെ ചാനൽ എനിക്ക് തിരിച്ച് കിട്ടും. അത്രയേ ഉള്ളൂ. അല്ലാതെ അതിന് വേണ്ടിയിട്ട് എനിക്ക് വിവിയുടെ കാല് പിടിക്കേണ്ട ആവശ്യമില്ല, വിവിയായിട്ട് കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിങ്ങനൊരു കമൻറ്റ് വന്നതുകൊണ്ട് മാത്രം ഞാൻ വന്ന് ഈ വീഡിയോ ചെയ്യുന്നതാണ്. ആൻഡ് സിനി പ്ലീസ്, നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ നിങ്ങൾ തമ്മിൽ തന്നെ തീർക്കുക. എന്നെ അതിനകത്ത് വലിച്ചഴക്കരുത്, ഞാൻ അതിനകത്തില്ല. എന്തുകൊണ്ട് ജെട്ടി ജിനുവിന് മറുപടി കൊടുക്കുന്നില്ല എന്ന് പലരും വന്ന് ചോദിക്കുന്നുണ്ട്. സ്ട്രീറ്റ് ഡോഗ് ആണെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ പേപ്പട്ടികൾക്കൊന്നും മറുപടി കൊടുക്കാൻ തന്നെ കിട്ടത്തില്ല. പിന്നെ ചെയ്യും എപ്പോഴാണെന്നറിയാമോ? ഒരു 7 days കൂടെ ടൈം തരിക. അവൻ ഇരിക്കുന്നിടത്തുനിന്ന് അവനെ ഞാൻ തൂക്കി കാണിച്ചു തരാം, കൂടുതൽ വിളയുകയാണെന്നുണ്ടെങ്കിൽ. അത്രയേ ഉള്ളൂ. അത് ഞാൻ ചെയ്യും, അത്രയേ ഉള്ളൂ. കാരണം ഇത് ഓൾറെഡി നിയമത്തിൻ്റെ ഇതിൽ പ്രത്യേകിച്ച് കളക്ടർ ഇടപെട്ട ഒരു കേസാണ്. പിന്നെ അതിനകത്ത് ഞാൻ കയറി എന്തെങ്കിലും വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ആ കൊച്ചെനിക്ക് അത്രത്തോളം പ്രോമിസ് തന്നെയാണ്. തീർച്ചയായിട്ടും സമാധാനമായിട്ട് വീട്ടിലേക്ക് പോയിക്കോളൂ, ഐ വിൽ ടേക്ക് ആക്ഷൻ. ഒരു കളക്ടർ തന്ന സമാധാനത്തിൻ്റെ പുറത്താണ് ഞാൻ വന്നിട്ടുള്ളത്. അതിൻ്റെ അപ്പുറം പിന്നെ ഞാൻ കയറി കളിക്കുകയാണെങ്കിൽ അത് അവരെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ. അതുകൊണ്ട് സൈലൻസ്, എപ്പോഴും സൈലൻസ് ചില സമയത്ത് ഭയങ്കര വാല്യൂഡാണ്. അപ്പോൾ ആ സൈലൻറ്റിന് നല്ല വിലയുണ്ടായിരിക്കും. ആ വില നിങ്ങൾക്ക് നേരിട്ട് കാണാം. അതിനധികം ദിവസവും ഇല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. സിനി ദയവ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ഫേക്കായിട്ടുള്ള സാധനങ്ങൾ സ്പ്രെഡ് ചെയ്യാതിരിക്കാം. നിങ്ങൾ വീഡിയോ ചെയ്തോളൂ, നിങ്ങൾക്ക് ആവശ്യം പോലെ പ്രോബ്ലംസ് ഉണ്ട്. സോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ഐ വിൽ ഡു ദാറ്റ്. എൻ്റെ പേര് പറയാതിരിക്കാം. നിങ്ങൾക്ക് എന്നെപ്പറ്റി ഒന്നും അറിയത്തില്ല, നിങ്ങൾ എൻ്റെ അടുത്ത് സംസാരിക്കാറ് പോലുമില്ല. നിങ്ങളുടെ നമ്പർ ഉണ്ടെങ്കിൽ അപ്പോൾ ഫോൺ വിളിച്ചത് പറയുള്ളൂ. എന്ന് എനിക്ക് നിങ്ങളുടെ നമ്പറില്ല എൻ്റെ കയ്യിൽ. ദയവ് ചെയ്തിട്ട് നിങ്ങൾ വെറുതെ അസ്യൂം ചെയ്ത് ഒരു കഥകൾ തള്ളിവിടാതിരിക്കുക. അത് കേട്ടിട്ട് ആളുകൾ എൻ്റെ അടുത്തൊന്നും ഒരു ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്ത ദേഷ്യം വരും. മനസ്സിലായോ? വിവിയെ അടുത്ത് ഞാൻ സംസാരിക്കുകയോ ജിനുവിൻ്റെ അടുത്ത് സംസാരിക്കുകയോ ഒരാളടുത്ത് കോംപ്രമൈസിനോ ഞാൻ പോയിട്ടില്ല. ഇടനിലക്കാരായിട്ട് പലരും വരും. അവരോട് മുഖം മുറിയാൻ പറ്റാത്തത് കൊണ്ട് മാത്രം സൈലൻ്റായി ഞാൻ അത് കേട്ടു എന്നതിനപ്പുറം വിവി പറയട്ടെ, വിവിയോട് ഞാൻ സംസാരിക്കാൻ തയ്യാറായെന്ന്. വിവി പറയട്ടെ, ഞാൻ വിവിയുടെ അടുത്ത് എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായെന്ന്. വിവിയുടെ അടുത്ത് ഒരു രീതിയിലുള്ളൊരു കോംപ്രമൈസിനും ഞാൻ പോയിട്ടില്ല. എൻ്റെ കണ്ണൻ്റെ അടുത്ത് പോലും വിവി പോയിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ കണ്ണൻ എന്നെ കൊണ്ട് സംസാരിപ്പിക്കത്തില്ല. കാരണം കണ്ണൻ അറിയാൻ ഞാൻ സംസാരിക്കില്ല എന്ന്. അപ്പോൾ ഇതിനകത്ത് മറ്റു ഒരു തേർഡ് പേഴ്സൺ വന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കണം, ഒരിത്തിരി സമയം തരുമോ എന്ന് ചോദിച്ചു. ഞാൻ അനുവദിച്ചു. ആ സമയത്തിൽ അവൻ വന്ന് എന്നോട് സോറി പറഞ്ഞു. ഐ മേഡ് എ മിസ്റ്റേക്ക്, ഞാനിങ്ങനെയാണ്, അവനാണ് എനിക്ക് പേയ്മെൻറ്റ് തന്നിട്ടാണ് ഞാൻ ചെയ്തത്, മനഃപൂർവ്വം ചെയ്തല്ല, എനിക്കിത് നിങ്ങളോട് പറയണമെന്ന് തോന്നി, എന്നോട് പറഞ്ഞു. അതുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും ഗെയിൻ ഉണ്ടാവുന്നെങ്കിൽ ആകട്ടെ, ഇല്ലെങ്കിൽ അയാൾക്ക് ലൂസ് ആവുന്നെങ്കിൽ ആകട്ടെ, അതൊക്കെ അവരുടെ പ്രോബ്ലംസാണ്. ആ വിഷയത്തിൽ ഞാൻ നിയമപരമായി മുന്നോട്ട് പോകുന്ന സ്ഥിതിക്ക് ഞാൻ അതിനകത്ത് സൈലൻ്റ് ആയിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്.
പിന്നെ ഈ ഒരു ലൂപ്പിൽപ്പെട്ട് എൻ്റെ സോഷ്യൽ റെലവൻറ്റ് ടോപ്പിക്കിലേക്ക് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലൂപ്പിലേക്ക് ഞാനില്ല. ദയവ് ചെയ്തിട്ട് ഒന്നും കൂടെ പഠിച്ച ശേഷം കാര്യങ്ങൾ അവതരിപ്പിക്കുക. അറ്റ്ലീസ്റ്റ് എന്നോട് ചോദിക്കാനെങ്കിലും ശ്രമിക്കുക. എൻ്റെ നമ്പർ 7025584843. എന്നോട് ചോദിക്കുക സിനി. അതിനുശേഷം ഇതുപോലിരുന്ന ബ്ലണ്ടറുകൾ തട്ടിവിടുക. ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളെന്തൊക്കെ വലിയ പ്രോബ്ലംസിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആക്ച്വലി ഞാനത് കേൾക്കാൻ വരാറില്ല. എനിക്കൊന്നും മനസ്സിലാകാറില്ല. എന്തൊക്കെയോ കൊച്ചു കിടന്ന് പറയണ തലയും വാലുമില്ല. അതെനിക്കൊന്നും മനസ്സിലാകാറില്ല. വന്ന് കേട്ടോണ്ടിരിക്കും, ചില നേരം കേട്ടോണ്ടിരിക്കും, ചിലപ്പോൾ ഞാൻ അത് സ്കിപ്പ് ചെയ്തിട്ട് ഇനി പോരും. അതാണ് ഇത്. ഒരു ചാനൽ പോയെന്നോ അടുത്ത ചാനൽ വന്നെന്നോ യു ആർ ഇൻ ബിഗ് ട്രബിൾ എന്ന് മാത്രമേ എനിക്ക് മനസ്സിലാവുന്നുള്ളൂ. സപ്പോർട്ട് അവിടെ ഉണ്ടാകും. പിന്നെ അത് വേറെ ഏതോ ഒരുത്തനുണ്ടല്ലോ, ഒരു അലവലാതി ആസ്ട്രേലിയയിലുള്ള അവൻ്റെ കാര്യം. വൺസ് നമ്മൾ അവരുമായിട്ടൊക്കെ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു, സൗഹൃദമായിരുന്നു. അവരുടെ ഇത്തരത്തിലുള്ള ഒരു വൃത്തികേട് നമുക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ നമ്മളത് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി അവരുമായിട്ട് ഒരു രീതിയിലുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് വെക്കുന്നതേ അല്ല. അപ്പോൾ ദാറ്റ്സ് മൈ പോയിൻറ്റ്. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.